കാരണം ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടില്ല. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടില്ല. അവിടെ ഉമ്മയല്ലേ ഉപ്പയല്ലേ എന്ന് ചിന്തിക്കാൻ പാടില്ല. നെരിയാണിക്ക് മീതെ പാൻറുടുത്തുകൊണ്ട് നടക്കുന്ന ഒരു മകനെ നോക്കിയിട്ട് ഇത്തിരി പരിഷ്കാരിയായ ഒരു തള്ള പറഞ്ഞു എന്ന് വിചാരിക്കുക, ഇത്തിരി പരിഷ്കാരിയായ ഒരു ബാപ്പ പറഞ്ഞു എന്ന് വിചാരിക്കുക. മോനെ, ഇതൊക്കെ ആധുനിക കാലഘട്ടമാണ്, നീ എന്താ അങ്ങനെ പാൻറ്റൊക്കെ കയറ്റി ഉടുക്കുന്നത്, ഒന്ന് താഴ്ത്തി ഉടുത്തോ, അതൊക്കെയാണ് ഇന്നത്തെ സ്റ്റൈല് എന്ന് ഏതെങ്കിലും പച്ച പരിഷ്കാരികളായ ഉപ്പയോ ഉമ്മയോ മക്കളോട് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഫലാ തുതിഉഹുമാ, അവിടെ നീ ഉമ്മയുടെയും ഉപ്പയുടെയും വാക്കിനെ അനുസരിക്കേണ്ടതില്ല, നിന്റെ റബ്ബിനെയാണ് നീ അനുസരിക്കേണ്ടത്. ഉമ്മയും ഉപ്പയും ഹറാമോ ശിർക്കോ ആയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിന്നോട് നിർബന്ധിച്ചാൽ നീ ഒരിക്കലും വഴങ്ങിക്കൊടുക്കരുത്. കണ്ടിട്ടില്ലേ എത്രയോ ആളുകൾ ഇവിടുന്നാണ് പോയിട്ട് നാട്ടിൽ പോയിട്ട് കല്യാണം കഴിച്ചു വരുമ്പോ ഇവിടുന്ന് പോകുമ്പോ എന്താ പറഞ്ഞത്, സ്ത്രീധനൊന്നും വാങ്ങൂല, ഞാൻ ശരിയായ ഇസ്ലാമിക കല്യാണമാണ് കഴിക്കുക, ഇപ്പൊ കുറെ പഠിച്ചു കുറെ കേസറ്റൊക്കെ കേട്ടപ്പോ എനിക്ക് അങ്ങനെ വേണമെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യൂ എന്നൊക്കെയാണ് പറഞ്ഞു പോയിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ചോദിക്കാനോടോ കല്യാണം കഴിഞ്ഞു സ്ത്രീധനം വാങ്ങിയത് കേട്ടല്ലോ. അതുമ്മ നിർബന്ധിച്ച്, ബാപ്പ നിർബന്ധിച്ച്, മാന്റി ബാപ്പാന്റെ കൗല് തട്ടാൻ പാടില്ല എന്നല്ലേ ഖുർആനില്, എന്നിട്ട് ഞാൻ വാങ്ങിപ്പോയതാ. എടോ, അത് പറയണ്ട. ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കരുത്. ഹറാമായവരെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി, ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്തവരെ കാര്യം ചെയ്യാൻ വേണ്ടി ആര് നിന്നെ നിർബന്ധിച്ചാലും നീ അനുസരിച്ചു പോകരുത്. വേറെ ചില ആളുകൾ നാട്ടിലേക്ക് എത്തിയാൽ ജാറങ്ങൾ കണ്ടുന്നത് കാണാം. അവന് ജാറം കണ്ടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെന്താ, ഉമ്മാന്റെ നേർച്ചയാ. എന്തേ, മോൻ ഗൾഫിലേക്ക് പോയി നല്ലൊരു ജോലിയൊക്കെ ആയി തിരിച്ചു വരുമ്പോ കസ്റ്റംസിൽ പ്രയാസമൊന്നുമില്ലാതെ നല്ല നിലക്ക് ഇവിടെ എത്തിപ്പെട്ടാൽ മമ്പുറത്തും പുത്തമ്പള്ളിയിലും പുതുവന്നാനിയിലും ഏർവാടിയിലും അജ്മീറിലും നാഗൂറിലുമൊക്കെ പോയിട്ടൊന്ന് ജാറം മൂടി വിളക്ക് കത്തിക്കാമെന്ന് പൊന്നാര പെറ്റ തള്ളയുടെ നേർച്ചക്കടമാണ്. അത് വീട്ടാതിരിക്കാനൊക്കുമോ, അത് തട്ടാനൊക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ മക്കൾ ജീപ്പെടുത്തുകൊണ്ട് ഉമ്മയുടെ കൂടെ ജാറങ്ങളിലേക്ക് ശിർക്ക് ചെയ്യാൻ വേണ്ടി തെണ്ടുന്ന, ജാറം മൂടാൻ പോകുന്ന, വിളക്ക് കൊളുത്താൻ പോകുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസരിക്കണോ? ഫലാ തുതിഉഹുമാ, അത് ഉമ്മാന്റെ നേർച്ചക്കടാൻ വിചാരിച്ചിട്ട് കൂടിക്കൊടുക്കാൻ പറ്റുമോ? പാടില്ല. അതാണ് ഇസ്ലാം പറയുന്നത്. തെറ്റായ ഒരു കാര്യത്തിനവർ നിന്നെ നിർബന്ധിച്ചാൽ അനുസരിച്ചു പോകരുത്. ആ നിലക്ക് നിർബന്ധിക്കുമ്പോൾ പോലും നീ ആ തെറ്റ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനൊരു കാര്യം എന്നോട് ഉമ്മ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഈ ഉമ്മാക്ക് നൽകുന്ന സഹായങ്ങളൊന്നും നിർത്തൽ ചെയ്യരുത്. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫാ, ഭൗതികമായ ലോകത്ത് നീ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളും സഹകരണങ്ങളും ഒന്നും നിർത്തിക്കളയരുത്. അത് ഉമ്മ ഉപ്പ തന്നെയാണ്. എന്നാൽ അവര് പറഞ്ഞ തെറ്റായ കാര്യത്തിനനുസരിക്കരുതെന്നേ ഉള്ളൂ, അത് നീ കേൾക്കണ്ട. അതല്ലാത്ത സഹായങ്ങളൊക്കെ നീ അപ്പോഴും അവൾക്ക് തുടർ അവിടെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പാടില്ല. നിങ്ങളോട് ഈ ഹറാം ചെയ്യാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഇനി ഞാൻ പണം അയച്ചേരില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾക്കിനി വസ്ത്രം തരില്ല എന്ന് പറയാൻ പാടില്ല. എന്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല, ഇറങ്ങണപ്പോ പുറത്തു എന്ന് പറയാൻ പാടില്ല. ഭൗതിക ലോകത്ത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായം സഹകരണം ഒക്കെ ചെയ്യണം. അതേ അവസരത്തിൽ ദീനിന്റെ പ്രശ്നത്തിൽ തെറ്റായ കാര്യം അവർ പറയുമ്പോ അതിൽ ഉമ്മ ഇടപെടാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. അല്ലാഹുവിനോടാണ് എനിക്ക് കടപ്പാട്, അത് പറയാൻ കഴിയണം. അപ്പൊ സുഹൃത്തുക്കളെ, അത് ഇസ്ലാം നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാം അനുസരിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന് തന്ന ഇളവാണ്. അതല്ലാത്ത എല്ലാ അനുവദിക്കപ്പെടുന്ന കാര്യങ്ങളിലും ഉമ്മയുടെയും ഉപ്പയുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടേ മക്കൾ എത്ര വലിയവരാണെങ്കിലും മുന്നോട്ട് പോകാവൂ. അവരെ പരിഗണിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാവൂ. അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന പെരുമാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത്. അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സംസാരങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഇതിനൊക്കെ പുറമെ വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? നീ എന്ത് തന്നെ അവരോട് നല്ല നിലക്കൊക്കെ വർത്തിച്ചാലും മനുഷ്യ, നിനക്ക് നിന്റെ ഉമ്മയും ഉപ്പയും നിന്നോട് ആ ചെറുപ്പത്തിൽ കാണിച്ച ആ സ്നേഹമുണ്ടല്ലോ, അതിന് പകരം കൊടുക്കാൻ നിനക്കാവില്ല. അതിന് പകരം കൊടുക്കാൻ നിനക്കാവില്ല. നീ എത്ര വലിയ ശമ്പളക്കാരനായി വാരിക്കോരി ഉമ്മാക്കും ഉപ്പാക്കും അയച്ചു കൊടുത്താലും അതൊന്നും അവര് നിന്നെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയതിന് കിടപിടിക്കുന്നതല്ല.
അതുകൊണ്ട് നിനക്കൊരു ബാധ്യതയുണ്ട്. എന്താണെന്നോ, നിന്നെയും നിന്റെ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ പടച്ച സൃഷ്ടാവായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ ഖജനാവ് വിശാലമാണ്. നിന്റെ ഖജനാവിലുള്ളതൊക്കെ തീരുന്നതാണ്, നിന്റെ അക്കൗണ്ടുകളൊക്കെ അവസാനിക്കുന്നതാണ്. അവസാനിക്കാത്ത ബാലൻസ് ഉള്ള ഖജനാവിന്റെ ഉടമയാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനോട് നീ എപ്പോഴും പറയണം, എന്ത്? ചെറുപ്പത്തിൽ ഞങ്ങളെ നോക്കി ഉണ്ടാക്കിയ ഉമ്മക്കും ഉപ്പക്കും നീ ധാരാളം റഹ്മത്ത് കൊടുക്കണേ. നിന്റെ ഖജനാവിലെ അവർക്ക് കൊടുക്കാനുള്ളൊരു തികയുകയുള്ളൂ. ഞങ്ങൾ എന്തു തന്നെ കൊടുത്താലും അതൊന്നും കിടയൊക്കുന്നതല്ല. അതുകൊണ്ട് വഖുൽ, നീ പ്രാർത്ഥിച്ചോളൂ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി, എന്റെ റബ്ബേ, ഇർഹംഹുമാ, അവർ രണ്ടാളോടും നീ കരുണ കാണിക്കണം. കമാ റബ്ബയാനി, അവർ രണ്ടാളും എന്നെ പരിപാലിച്ചുണ്ടാക്കിയതുപോലെ സഗീറാ, ചെറുപ്പമായിരിക്കെ, ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ പരിപാലിച്ചത് പ്രകാരം ആ സമയത്തുള്ള പരിപാലനത്തിന് പകരം കൊടുക്കാൻ കഴിയൂല. നിന്നെ കൊണ്ടേ കഴിയൂ, നീ കൊടുക്കണം, നീ അവർക്ക് ധാരാളമായി നൽകണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഈ ഒരു പ്രത്യേകമായ നിലക്കുള്ള സ്നേഹവും ഈ ഒരു പ്രത്യേകമായ നിലക്കുള്ള ആദരവും ബഹുമാനവും സുഹൃത്തുക്കളെ നമ്മുടെ പെറ്റ തള്ളയോടുള്ളതുപോലെ തന്നെ, അതേപോലെ തന്നെ നമ്മുടെ ഉപ്പയോടും, അതുപോലെ തന്നെ ഭാര്യയുടെ മാതാവും നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. നമ്മുടെ ഭാര്യയുടെ മാതാവ് നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ശാശ്വതമായി വിവാഹബന്ധം നമുക്ക് നിഷിദ്ധമാണല്ലോ ആ ഉമ്മയുമായി. ഈ മകളുടെ ശേഷം പോലും ആ ഉമ്മയെ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. ഭാര്യയുടെ മാതാവ് അമ്മായിയമ്മ എന്ന പ്രയോഗം തന്നെ തെറ്റ്. ഉമ്മയുടെ സ്ഥാനത്താണത്, ഉപ്പയുടെ സ്ഥാനത്താണത്. അവരോടും നമ്മൾ സ്നേഹം കാണിക്കേണ്ടതാണ്, ബഹുമാനം കാണിക്കേണ്ടതാണ്, മനസ്സിനെ സന്തോഷിപ്പിക്കേണ്ടതാണ്, മനസ്സിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കേണ്ടതാണ്. ഈ നിലക്കൊക്കെയുള്ള കാഴ്ചപ്പാട് അവരോടും നമുക്കുണ്ടാകണം. കാരണം അവര് നമ്മുടെ പെറ്റ തള്ളയല്ലെങ്കിലും നമ്മുടെ ഭാര്യയുടെ പെറ്റ തള്ളയാണല്ലോ. ഭാര്യ ചിന്തിക്കേണ്ടത് എന്റെ പെറ്റ തള്ളയല്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പെറ്റുമ്മയാണല്ലോ. പരസ്പരം അവര് മനസ്സിലാക്കണം. ഭാര്യയുടെ ഉമ്മയും ഉപ്പയും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മയെപ്പോലെ ഉപ്പയെപ്പോലെ കാണണം. ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അമ്മോശൻ അമ്മായി പോര് കാണേണ്ടതല്ല. അതെന്റെ ഉപ്പയുടെ സ്ഥാനത്താണ്, അതെന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. ആ നിലക്കുള്ള ബഹുമാനങ്ങളും ആദരവുകളും കൽപ്പിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ആ നിലക്കൊക്കെ അങ്ങനെ നമ്മൾ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന്, പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചല്ലോ, നബിയേ, ഇതൊക്കെ ജീവിതകാലത്ത് ഉമ്മയോടും ഉപ്പയോടുമൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അങ്ങ് വിശദീകരിച്ചു തന്നല്ലോ. ഒരാൾ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ അബർറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ. എന്റെ മാതാപിതാക്കളോട് അവരുടെ മരണാനന്തരം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന നന്മകളിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടോ?